വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സ്റ്റേണൽ പ്രിസം ഇൻക്ലൈൻഡ് ടു വൺ റെഫറൻസ് പ്ലെയിൻ അതാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തത് ആക്ച്വലി ഇൻക്ലൈൻഡ് ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻസ് ചെയ്യാമെന്നാണ്. പിന്നെ വിചാരിച്ചൊരു സിമ്പിൾ 2 ക്വസ്റ്റ്യൻസ് കൂടെ. ഇപ്പോൾ നമ്മളൊരു പ്രിസമാണ് വരച്ചത്, ഒരു പിരമിഡ്, ഒരു കോണോ, ഒരു പിരമിഡ്, ഒരു സിലിണ്ടറോടെ വരച്ചിട്ട് നമുക്ക് ഫുൾ ലെങ്ത് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ: എ ഹെക്സാഗണൽ pyramid of base range 20 mm and altitude 40 mm rests on one of its corners of base on HP with its axis inclined at 30 degree to HP and parallel to VP. ഇതാണ് ക്വസ്റ്റ്യൻ. വേണ്ട പാരാമീറ്റേഴ്സ് നോട്ട് ചെയ്ത് ഹെക്സാഗണൽ പിരമിഡ് ആണ്, ഒരു പ്രിസം അല്ല, പിരമിഡ് ആണ് ക്വസ്റ്റ്യൻ. ഹെക്സാഗണൽ പിരമിഡ് 20 mm ബേസ്, 40 mm ആൾട്ടിറ്റ്യൂഡ്, റെസ്റ്റിംഗ് ഓൺ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ആണ്. ദെൻ ആക്സിസ് ഇൻക്ലൈൻഡ് 30 degree to HP ആൻഡ് പാരലൽ ടു VP. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ബേസ് വിയർ നോക്കുക, എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? റെസ്റ്റിംഗ് ഓൺ കോർണറാണ്. അപ്പോൾ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ബേസ് വിയർ വേണം വരയ്ക്കാൻ. ഓക്കെ, ഹെക്സാഗൺ ആണ് വരയ്ക്കേണ്ടത്. നമുക്ക് നേരത്തെ ചെയ്ത മെത്തേഡ് പോലെ തന്നെ സർക്കിൾ വെച്ചിട്ടുള്ള വരയ്ക്കാം. എനിക്ക് ആ ഒരു മെത്തേഡാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത് ഹെക്സാഗൺ വരയ്ക്കാൻ. നമുക്ക് 120 എടുത്ത് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, കുഴപ്പമില്ല. 120 ഡിഗ്രി ആംഗിൾസ് എടുത്ത് വരച്ച് പോയാൽ മതി. ഇപ്പം 20 mm റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. നേരത്തെ കേസിൽ നമുക്ക് ബേസ് ആയിരുന്നു റൈറ്റ് സൈഡ് വേണ്ടത്. ഈ കേസിൽ നമുക്ക് കോർണറാണ് റൈറ്റ് സൈഡ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡയഗണൽ എടുക്കുന്നത് ഈ ഡയഗണൽ വേണം എടുക്കാൻ. നേരത്തെ നമ്മൾ ഇങ്ങനത്തെ ഡയഗണലാണ് എടുത്തത്. ഓക്കെ, ശ്രദ്ധിക്കുക. കുറച്ച് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും, പിന്നെ തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ഇപ്പം നേരത്തെ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ. പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്ക് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യാൻ നമുക്ക് വേണ്ട ഹെക്സഗൺ ആവും. ഇപ്പോൾ ഹെക്സാഗൺ റെസ്റ്റിംഗ് ഓൺ കോർണറായി. ഇനി നമുക്കറിയാം ഇത് പിരമിഡാണ്. അപ്പം ഡയഗണൽസ് അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എല്ലാം വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഡയഗണൽസ് ഒക്കെ ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം നമുക്ക്, കാരണം വിസിബിളാണ്. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകും. ഓക്കെ, പിരമിഡാണ്. പിരമിഡിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 40 mm. സെൻറ്റർ, അപ്പോൾ സെൻറ്ററിൽ നേരെ 40 mm മാർക്ക് ചെയ്യണം. നമുക്കറിയാം പിരമിഡിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ചരിച്ച് ഈ ലൈൻസിലേക്ക് മാർക്ക് ചെയ്യണം. ഇതാണ് ഹെക്സാഗണൽ പിരമിഡിൻ്റെ ബേസ് വിയർ എന്ന് പറയുന്നത്. ഇനി നെയിം ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒറ്റ ബേസേ ഉള്ളൂ. അപ്പോൾ ABCD ബേസ് മാത്രമേ ഉള്ളൂ. ദെൻ സെൻറ്റർ നമ്മൾ O എന്ന് മാർക്ക് ചെയ്യുന്നു. ഓയുടെ ഫ്രണ്ട് O ഡാഷ്. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. B ഡാഷ് F ഡാഷ് വരും, അതിൽ വിസിബിൾ B ഡാഷ് ആയിരിക്കും. ദെൻ ഇവിടെ ഇല്ല, C ഡാഷ് വരും, C ഡാഷ് വിസിബിൾ, ദെൻ D ഡാഷ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇൻക്ലിനേഷൻ ആക്സിസ് ഇൻക്ലൈൻഡ് 30 degree to HP. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇവിടെ ഉണ്ട്. ആക്സിസിന് നേരെ 30 degree ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആക്സിസിനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അവിടെ 30 degree. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 30 degree ആണ്. ഇപ്പോൾ 30 degree ലൈൻ വരച്ചു, അതിൽ ആക്സിസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് XY ലൈനിൽ തന്നെ ഇരിക്കുകയും വേണം. അതായത് D ഡാഷ് എന്നുള്ള പോയിന്റ് XY ലൈനിൽ തന്നെ ഇരിക്കണം. ഈ ലൈനിൽ ആക്സിസ് ഇരിക്കണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുന്നത് ഈ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഏകദേശം 1.9, ഓൾമോസ്റ്റ് ഒരു 20 mm ആണ് വരിക. അത് ആക്സിസ് തൊട്ട് ഇവിടം വരെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ഈ ലൈന് പെർപെൻഡിക്കുലറിൽ മൂവ് ചെയ്യാം. പെർപെൻഡിക്കുലറിൽ തന്നെ വേണം മൂവ് ചെയ്യാൻ. ഇതിങ്ങനെ പെർപെൻഡിക്കുലറിൽ മൂവ് ചെയ്തിട്ട് 20 mm ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വേണം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക്
വരച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 20 mm ആയി. നമുക്ക് 20 mm. ദെൻ ടോട്ടൽ ലെങ്ത് ഇപ്പോൾ 40 ആയിരിക്കും. 40 mm ടോട്ടൽ ലെങ്ത്. ഇവിടുന്ന് നേരെ ഇപ്പോൾ 20 mm വരച്ച് നേരെ 40 mm. കാരണം ഈ ഒരു പോയിന്റ് എക്സിന് തന്നെ ഇരിക്കണം. ഓക്കെ, എന്നിട്ട് ആക്സിസിൻ്റെ ലെങ്ത് നമുക്കറിയാം 40 mm ആണ് ആക്സിസിൻ്റെ ലെങ്ത്. 40 mm ആണ്. ആക്സിസ് ഇവിടെയാണ് വരിക. ഇവിടെ നേരെ 40 mm ലെങ്തിൽ ആക്സിസ് മാർക്ക് ചെയ്യാം. ബാക്കി പോയിന്റ്സ് ജോയിൻ ചെയ്യാം. ഏകദേശം 1 cm ആണ്. അപ്പം കറക്റ്റ് ഹാഫിലാണ് വരിക. ഫിഗറായി. ഇനി ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ സ്കെയിൽ മൂവ് ചെയ്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രിസത്തിൻ്റെ കേസിൽ എങ്ങനെ വരയ്ക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ നമുക്ക് വരയ്ക്കാൻ ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് എക്സലൻ്റ് ഇപ്പുറത്തൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 60 ഡിഗ്രി വരച്ചാലും മതി. കാരണം ഇത് 60 ഡിഗ്രിയാണ് വരിക. കാരണം ഇത് 30 ആണ്, ഇത് എന്തായാലും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി വരും. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി എടുക്കുന്നതിന് പകരം ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് 60 ഡിഗ്രി ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, 60 ഡിഗ്രി ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ട് ബാക്കി ഇത് അതുപോലെ ഈ ബേസ്, ഇപ്പോൾ ഈ ബേസിൽ ലെങ്ത് എടുത്ത് അവിടെ ഇങ്ങനെ ചെയ്ത് ബാക്കി വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഓക്കെ, എങ്ങനെ വരച്ചാലും ഈ ഫിഗർ നമുക്ക് ഓറിയൻറ്റേഷൻ മാറ്റി ഇവിടെ കിട്ടണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 60 ഡിഗ്രി എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്കെയിൽ മൂവ് ചെയ്യുന്ന ചിലർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പം ഈ ആംഗിൾ എടുത്ത് വരച്ചിട്ടുണ്ട്. അതായത് 90 മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും. ആ ആംഗിൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിന് പോയിൻറ്റ്സിനെല്ലാം ഒരു 1 കൊടുത്ത് മാർക്ക് ചെയ്യാം. ഈ പോയിൻറ്റ്സ് എല്ലാം കിട്ടി. നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. പോയിൻറ്റ്സൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് പാരലലി വേണം ഡ്രോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പോയിൻറ്റ്സിലേക്ക് കയറ്റുക. O1 കിട്ടി. ദെൻ ഇവിടെ D ആണ്. D ഇവിടെ നോക്കുക. D1 CU E1 C1 CVയും. ദെൻ ഇവിടെ അടുത്ത O വരും. സെൻറ്ററാണ് O വരും. ഇവിടെ Bയും Fഉം F1 B1 ദെൻ A1. നമ്മൾ ഔട്ട്ലൈൻസ് ആദ്യം ഡാർക്കാക്കുക. ദെൻ ബേസ് വിസിബിൾ ആണോ നോക്കുക. മുകളിൽ ഈ ഡയറക്ഷനിലാണ് നോക്കുന്നത്. ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ ബേസ് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ബേസ് വിടുക. നമുക്ക് ഔട്ട്ലൈൻസ് ആദ്യം ഡാർക്കാക്കി ജോയിൻ ചെയ്തു. ദെൻ ബേസ് വിസിബിൾ അല്ല, അപ്പോൾ ബേസിലെ ബാക്കി പോയിൻറ്റ്സ് എല്ലാം ഡോട്ടഡ് ആക്കി ജോയിൻ ചെയ്യാം. ദെൻ ആക്സിസ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ OA എന്നുള്ള ലൈൻ വിസിബിൾ ആയിരിക്കും, കാരണം ഇത് രണ്ടും വിസിബിൾ പോയിൻറ്റ്സ് ആണ്, OAയും. അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവറിന് അടുത്താണ് OAയും OB OFഉം. ഇപ്പം OA വിസിബിൾ ആണ്, അതുപോലെ OB വിസിബിൾ ആണ്, OF വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അതായത് ഇവിടെ ഡയമെൻഷൻ ആണ് കേട്ടോ. ബേസ് ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡയമെൻഷൻ്റെ ബേസ് ഡയമെൻഷൻ ചെയ്യണം, അതുപോലെ ഹൈറ്റും ഡയമെൻഷൻ ചെയ്യണം. ബേസ് 20 mm ആയിരുന്നു, ഹൈറ്റ് 40 mm ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനോടെ ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ അല്ല, അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ കോൺ, diameter of base 50 mm and height 75 mm.
resting on HP with axis parallel to VP and inclined HP at theta degree, 30 degree. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിലെല്ലാം 30-35 തോന്നുന്നല്ലോ. ഓക്കെ, ഇനി നമുക്ക് കോണുണ്ട്, ബേസ് ഡൈ ഉണ്ട്. ശ്രദ്ധിക്കുക, ബേസ് ഡൈ ആണ് വന്നിരിക്കുന്നത്, ഹൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോണാണ്, ബേസ് ഡൈ ഉണ്ട്, 50 mm ആണ് ഡയമീറ്റർ, ദെൻ ഹൈറ്റ് 75 mm, HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആക്സിസ് പാരലൽ ടു VP ആൻഡ് ഇംഗ്ലണ്ട് 30 ഡിഗ്രി HP. അതായത് ആക്സിസ് ഇംഗ്ലീഷൻ തന്നെയാണ് ഇവിടെ, ആക്സിസ് 30 ഡിഗ്രി ടു HP. ഇതിലുള്ള ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് ആക്സിസ് ആയതുകൊണ്ട്. ഓക്കെ, എനിവേ കോണിന് നമുക്കറിയാം ആകെ ഒരൊറ്റ ബേസ് ഫിയറേ ഉള്ളൂ. അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബേസ് ഫിയർ കറക്റ്റ് ആയിരിക്കും എന്തായാലും. ഓക്കെ, കോൺ ബേസ് ഫിയർ 50 mm ആണ് ഡയമീറ്റർ, റേഡിയസ് എന്ന് പറഞ്ഞാൽ 25 mm ആണ്. കോണിൻ്റെ ആകുമ്പോഴത്തേക്കും ടോപ്പിൽ സർക്കിളായിരിക്കും വരിക. mm ബേസ് റേഡിയസ് ഉള്ളത് സർക്കിൾ മാർക്ക് ചെയ്യാം. ഓക്കെ, 25 ബേസ് റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു. ദെൻ നമുക്ക് പക്ഷേ പോയിൻറ്റ്സ് വേണം. സെക്കൻഡ് മോഡലിലെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു കോണാണെങ്കിൽ നമ്മൾ 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് 45 ഡിഗ്രി എടുത്ത് 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏകദേശം ഈക്വൽ ഒരു 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം അത് പോയിൻറ്റ്സ് വേണം. സെക്കൻഡ് ഫിഗർ അല്ലെങ്കിൽ തേർഡ് ഇംഗ്ലീഷിനൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അതിന് വേണ്ടിയാണ് കുറച്ച് പോയിൻറ്റ്സ് വേണ്ടതുകൊണ്ട് നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 8 വേണമെന്നില്ല, 4, 6, 8 ആണ് പക്ഷേ റെക്കമെൻഡ്. 8 ആണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ടോപ്പ് കഴിഞ്ഞു, നേരെ ഫ്രണ്ട് വ്യൂ. കോണിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ആക്സിസ് സെൻറ്റർ ഉണ്ട്. ആക്സിസിൻ്റെ ഹൈറ്റ് 50 mm ആണ്. എക്സലിൻ്റെ മുകളിൽ 50 mm മാർക്ക് ചെയ്യുക. ഇതാണ് കോണിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ പോയിൻറ്റ്സിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. പോയിൻറ്റ്സ് പക്ഷേ തിന്നായിട്ട് വേണം വരയ്ക്കാൻ, തിക്കായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇമാജിനറി പോയിൻറ്റ്സ് ലൈൻസ് വേണം. അപ്പോൾ തിന്നായിട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ബേസ് ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നെയിം ചെയ്യാന്നുള്ളതാണ്. നെയിം ചെയ്യാൻ വേണ്ടി നേരത്തെ പോലെ ഒറ്റ ബേസേ ഉള്ളൂ. ഇപ്പോൾ ABCD കുറച്ചധികം പോയിൻറ്റ്സ് വരും. സിലിണ്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ പോയിൻറ്റ്സ് വരും. അപ്പോൾ ബേസ് ഫിഗർ കംപ്ലീറ്റ് ആയി. ദെൻ ഇനി ഫസ്റ്റ് ഇൻക്ലിനേഷൻ വരയ്ക്കണം. ഫസ്റ്റ് ഇൻക്ലിനേഷൻ വരയ്ക്കാൻ വേണ്ടി ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP, അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പം നേരത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ആദ്യം 30 ഡിഗ്രി വരച്ചിട്ട് സ്കെയിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. അതിന് പകരം നമ്മൾ പറഞ്ഞ മെത്തേഡ് ഒരു 60 ഡിഗ്രി ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, 30 ഡിഗ്രി വരയ്ക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 60 ഡിഗ്രി ലൈൻ വരയ്ക്കും. പോയിന്റ് മാർക്ക് ചെയ്തു, 60 ഡിഗ്രി ലൈൻ വരച്ചു. ഈ ലൈനിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ബേസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ബേസിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിൻ ലെങ്ത്.
ഓക്കെ, ബേസിൻ ലെങ്ത് മാർക്ക് ചെയ്തു. അതിൻ്റെ ഇവിടെ നിന്നാണ് മുകളിലോട്ടുള്ള ലെങ്തോട് മാർക്ക് ചെയ്തതാണ്, ഓയിലേക്കുള്ള ലെങ്ത്. ഓയിലേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്തു. then ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ A2 ലെങ്ത് ഒന്ന് നോക്കാം. സെയിം ലെങ്ത് ആയിരിക്കും. നമുക്ക് എന്തായി, ട്രയാങ്കിൾ കംപ്ലീറ്റ് കിട്ടി. ഇവിടെ എന്താ 60 ഡിഗ്രി ആംഗിൾ എടുത്താണ് വരച്ചത്. ഇനി ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. പക്ഷേ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി എന്നതിനാണ് ഡയമെൻഷൻ ചെയ്യുക. മറ്റടുത്ത് 60 ഡിഗ്രി നമ്മളെടുത്തെങ്കിലും ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ തന്നെ വേണം പക്ഷേ ചെയ്യാൻ. നമ്മൾ 30 ഡിഗ്രി അല്ല എടുക്കുന്നതിന് പകരം 60 ഡിഗ്രി എടുത്ത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നോക്കി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. O1 ഡാഷ്, E1 ഡാഷ് ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ടുള്ള ഇതുവരെ വീഡിയോസ് ചെയ്ത സെയിം സ്റ്റെപ്പ്. സോളിഡ് സിംഗിൾ ആൻഡ് വൺ റെഫറൻസ് പ്ലെയിൻ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറില്ല, കാരണം ഇൻക്ലൈൻ ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഒരു ഇംഗ്ലീഷ് വരച്ചിട്ട് വേണമല്ലോ 2 ഇംഗ്ലീഷിനുള്ളിലേക്ക് പോകാൻ. ഇനി ഓരോ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം, ബേസ് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ബേസിൻ്റെ പോയിന്റ്സ് എല്ലാം ഡോട്ടഡ് ആക്കണം. പിന്നെ അതിന് മുമ്പ് ഔട്ട്ലൈൻ പോയിന്റ്സ് ഒക്കെ ഡാർക്ക് ആക്കുക. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ കോണൊക്കെ വരയ്ക്കുമ്പോൾ കർവായിട്ട് വേണം വരയ്ക്കാൻ. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചല്ല ജോയിൻ ചെയ്യേണ്ടത്, കർവ്ഡ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ വരെ ഔട്ട്ലൈൻ വരുന്നതാണ്. അപ്പോൾ ഔട്ട്ലൈനിലുള്ളത് നമുക്ക് ഡാർക്കാക്കി തന്നെ മാർക്ക് ചെയ്യാം. ഔട്ട്ലൈൻസിലുള്ള ഡാർക്കാക്കി, ഇത് ഔട്ട്ലൈൻ വരാത്തത് ബേസിലെ ബാക്കി പോയിന്റ്സ് എല്ലാം ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ഓണിലൂടെ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ആക്സിസ് കൂടെ മാർക്ക് ചെയ്യാം, ആക്സിസിൻ്റെ മുകളിൽ കൂടെ. ഓക്കെ, ഇപ്പോൾ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയമെൻഷൻ ചെയ്യണം. ഇവിടുത്തെ റേഡിയസ് ഡയമീറ്ററോ ഡയമെൻഷൻ ചെയ്യുക, ഇവിടുത്തെ ഹൈറ്റ് ഡയമെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോളിഡ്സ് ഇൻക്ലൈൻഡ് ടു വൺ റെഫറൻസ് പ്ലെയിൻ, അതിന് 2 ക്വസ്റ്റ്യൻ, ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. പ്രസൻറ്റ് ചെയ്തു, പിന്നോട്ട് ചെയ്തു, കോൺ ചെയ്തു. ഇതിന് സെൻറ്റർ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ലോങ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കാം. താങ്ക് യു.